ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഇഫ് യു വോണ്ട് സംതിങ് ബാഡ് ഇനഫ് ഗോ ഗെറ്റ് ഇറ്റ്. ടൈഗർ വുഡ്സിന്റെ കോട്ടാണ്. അപ്പൊ എല്ലാരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന വിശ്വാസത്തില് നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ടോപ്പിക്ക് നമ്മുടെ കഴിഞ്ഞ വീഡിയോയുടെ കണ്ടിന്യൂഷൻ ആണ്. അതായത് ന്യൂ ബോൺ കെയർ ടിപ്സിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. ഫസ്റ്റ് നമ്മുടെ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫീഡിംഗ് ആണ്. അപ്പൊ ഫീഡിങ്ങിനെ കുറിച്ച് എന്തൊക്കെയാണ്? ഫീഡിങ്ങിനെ കുറിച്ച് ഓൾറെഡി ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ കുഞ്ഞിന് എപ്പോഴും ബ്രസ്റ്റ് ഫീഡ് ചെയ്യുമ്പോൾ ഫീഡ് ഓൺ ഡിമാൻഡ് എന്ന് പറയാറുണ്ട്. അതായത് കുഞ്ഞ് എപ്പോഴൊക്കെ കരയുന്നോ, കുഞ്ഞ് എപ്പോഴൊക്കെ വിശക്കുന്നോ അപ്പോഴൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞിന് ബ്രസ്റ്റ് ഫീഡ് കൊടുത്തോണ്ടേ ഇരിക്കണം. ഇനി ചില കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് ഫസ്റ്റ് ഡേയ്സിലുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ എന്ത് ചെയ്യും? അവരെപ്പോഴും ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? കുഞ്ഞിനെ ജസ്റ്റ് തട്ടി ഉണർത്തുക, അവരെ മൂടിയിരിക്കുന്ന മൂടലൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്തിടുക. അപ്പൊ അവർ ഉണരും, അവരുടെ ഉറക്കം ഡിസ്റ്റർബ്ഡ് ആവും. അങ്ങനെ ഉറങ്ങുന്ന കുഞ്ഞുങ്ങൾ 2 മണിക്കൂർ സമയം നോക്കിയിരുന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇനി ഫീഡ് ചെയ്യുമ്പോൾ നമ്മൾ 2-3 മിനിറ്റ് പാല് കൊടുത്തു കഴിയുമ്പോൾ കൊച്ചങ്ങ് ഉറങ്ങും. അപ്പൊ നമ്മൾ കൊച്ചിന് പാല് മതി എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കാൻ പാടുണ്ടോ? ഇല്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞിന് കണ്ടിന്യൂസ് ആയിട്ട് ആ ഒരു ബ്രസ്റ്റിൽ നിന്ന് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരു 10 to 15 മിനിറ്റ്സ് എങ്കിലും കൊടുത്തിരിക്കണം. അങ്ങനെ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ? ആദ്യത്തെ പാല് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ഡെവലപ്മെന്റിന് അല്ലെങ്കിൽ വെയിറ്റ് ഗെയിൻ ആവശ്യമായിട്ടുള്ള ഫാറ്റ് ഒക്കെ അടങ്ങിയിട്ടുള്ള മിൽക്ക് കുഞ്ഞിന് കിട്ടത്തുള്ളൂ. അപ്പൊ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബ്രസ്റ്റിൽ നിന്ന് തന്നെ കുറച്ചധികം സമയം ഉറങ്ങുവാണെങ്കിൽ തട്ടി ഉണർത്തി നമ്മൾ കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് ഫീഡ് വരുമ്പോൾ നമ്മൾ അടുത്ത സൈഡിലോട്ട് സ്വിച്ച് ചെയ്യുക. അങ്ങനെ ചെയ്യുക. ഇനി നമ്മൾ എന്താ അടുത്ത ശ്രദ്ധിക്കേണ്ട കാര്യം? കുഞ്ഞിപ്പം ഉറങ്ങുന്നു, ആ കുഞ്ഞിനെ ഉണർത്തി നമ്മൾ പാല് കൊടുത്തു. അതല്ലെങ്കിൽ നമ്മൾ ഇത്രയും നേരം പാല് കൊടുത്ത് ഉറക്കി കിടത്തി 1 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും കുഞ്ഞ് കരയാണ് വിശന്ന്. അപ്പൊ എന്ത് ചെയ്യുക? കുഞ്ഞു ഒന്നുകിൽ അപ്പി ഇട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ യൂറിൻ പാസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ കുഞ്ഞിന് വീണ്ടും അടുത്ത വിശപ്പായി. അപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഫീഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. കാര്യം നമ്മൾ ആകെ കുഞ്ഞിന് കൊടുക്കുന്ന ഫുഡ് എന്ന് പറയുന്നത് ഈ ഒരു ബ്രസ്റ്റ് മിൽക്ക് ആണ്. അതിന്റെ ദാഹത്തിനും വിശപ്പിനും എല്ലാം ഉള്ള സാധനമാണ് അല്ലേ? പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ന്യൂ ബോൺസ് ഒക്കെ ആണെങ്കിൽ തന്നെ ഒരു 6 മുതൽ 8 പ്രാവശ്യം വരെയൊക്കെ മല ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നതായിട്ട് കാണാം. അതൊക്കെ നോർമൽ ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പോകുന്നില്ല. കൊച്ചിന് അപ്പിയൊന്നും കറക്റ്റ് ആയിട്ട് പോകുന്നില്ല. 1-2 വെട്ടമൊക്കെ പോകുന്നുള്ളൂ. പാമ്പേഴ്സ് ഒന്നും വെറ്റ് ആവുന്നില്ല. അല്ലെങ്കിൽ തുണിയാണ് വെക്കുന്നതെങ്കിൽ ഈ തുണിയൊന്നും നമുക്ക് വെറ്റ് ആകുന്നില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ കുഞ്ഞിന് പ്രോപ്പർ ആയിട്ട് ബ്രസ്റ്റ് മിൽക്ക് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ് പുറത്തേക്കൊന്നും വരാത്തത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ എന്ത് ചെയ്യുക? ഒരു ഡോക്ടറിന്റെ കൺസൾട്ടേഷന് വിധേയമാവുക. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇൻഫെക്ഷൻ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നു. വിസിറ്റേഴ്സിനെ ഒക്കെ കുറയ്ക്കുക, നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള ഹാൻഡ് ഹൈജീൻ ഒക്കെ ചെയ്യാന്നുള്ളത്. എന്തുകൊണ്ടാ? ഈ ഫസ്റ്റ് വീക്കിലൊക്കെ വരുന്ന നമ്മുടെ ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ബ്രെയിനെ അഫക്ട് ചെയ്യും. അങ്ങനെ വന്നാൽ അതിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റിനെയും അതിന്റെ ഫർദർ ഡെവലപ്മെന്റൽ ഡിലേസും ഒക്കെ ഉണ്ടാവാനായിട്ട് കാരണമാവും. അതുകൊണ്ട് തന്നെയാണ് ഈ ആദ്യത്തെ സമയങ്ങളിലൊക്കെ ഇൻഫെക്ഷൻ വരുന്നതിന് നമ്മൾ പ്രിവെന്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് റൂമിങ് ഇൻ. കുഞ്ഞുങ്ങളെ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക? ഇങ്ങനെ മാറ്റി കിടത്തുന്ന ഒരു ശീലം ഇപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലേ? ഒരു തൊട്ടിൽ മേടിച്ചിട്ട് അതിനകത്ത് തന്നെ കിടത്തുക, എന്നിട്ട് അതെടുത്ത് വേറെ റൂമിൽ കൊണ്ടുവെക്കുക, അമ്മൂമ്മമാരുടെ റൂമിൽ കൊണ്ടുവെക്കുക. അങ്ങനെയൊന്നും ചെയ്യാതെ നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്നത് കുഞ്ഞിനെ എന്താണ്? റൂമിങ് ഇൻ, സെയിം ബെഡ്. അത് നമ്മൾ ഒരു റൂമിൽ മാത്രമല്ല, സെയിം ബെഡിൽ അമ്മയോട് ചേർത്ത് തന്നെ എപ്പോഴും എന്ത് ചെയ്യുക? കുഞ്ഞിനെ കിടത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്രസ്റ്റ് ഫീഡ് ചെയ്ത് കഴിഞ്ഞാൽ കുഞ്ഞിനെ നന്നായിട്ട് ബേർപ്പ് ചെയ്യുക. നമ്മൾ നന്നായിട്ട് തട്ടി അതിന്റെ ഗ്യാസ് ഒക്കെ കളഞ്ഞതിന് ശേഷം കുഞ്ഞിന് ഒരു സൈഡ് ചെരിച്ച് കിടത്തുക. പഴയ ആൾക്കാരൊന്നും ഇത് ചെയ്യാനായിട്ട് സമയം അല്ലെങ്കിൽ സാഹചര്യം ഉണ്ടാക്കി തരാറില്ല. അവർ പറയാം അങ്ങനൊന്നും ചെയ്യാൻ പാടില്ലെന്ന്. പക്ഷെ അങ്ങനെ കിടത്തുന്നത് വഴി നമുക്ക് എന്ത് ചെയ്യും? ഇപ്പൊ അമ്മ പെട്ടെന്നൊന്ന് ഉറങ്ങിപ്പോയി, കുഞ്ഞിന് ഇത് തികട്ടി മുകളിലോട്ട് വരുവാണെങ്കിൽ അത് ശിരസിൽ കയറാനും ഫർദർ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കും. ചെരിച്ച് കിടത്തുവാണെങ്കിൽ അത് ഇങ്ങനെ അങ്ങ് ഒഴുകി പൊക്കോളും. ഇങ്ങനെ നെറുകയിൽ കയറുന്നത് നമുക്ക് തടയാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ടമ്മി ടൈം കൊടുക്കുക. എല്ലാ കുഞ്ഞുങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യുക? 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് ഒക്കെ ടമ്മി ടൈം കൊടുക്കുക. അതായത് നമ്മൾ ഒരു കട്ടിയുള്ള ടവലോ അല്ലെങ്കിൽ ഒരു കുഞ്ഞു പില്ലോയോ വെച്ചിട്ട് അതിന്റെ പുറത്തോട്ട് കുഞ്ഞിന്റെ 2 കൈയും വെക്കുക. എന്നിട്ട് ഒരു സൈഡിലോട്ട് തല ചരിച്ച് വെക്കുക. അതിന്റെ ഒരു പിക്ചർ ഞാനിവിടെ കൊടുത്തേക്കാം. അപ്പൊ തല ഒരു സൈഡിലോട്ട് ചരിച്ച് വെക്കുക. എന്നിട്ട് കമഴ്ത്തി കിടത്തുക. അപ്പൊ ആ കമഴ്ത്തി കിടത്തുമ്പോൾ കുഞ്ഞുങ്ങളുടെ മസിൽസ് ഒക്കെ എന്ത് ചെയ്യും? ഇങ്ങനെ കുറച്ചും കൂടി സ്ട്രോങ് ആയി വരാനും നമ്മുടെ ഹെഡ് ബാലൻസ് ഒക്കെ കറക്റ്റ് ആവാനും ഒക്കെ സഹായിക്കും. അപ്പൊ ഈ ടമ്മി ടൈം കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. പഴയ ആൾക്കാരൊക്കെ സമ്മതിക്കുമെന്ന് എനിക്കറിയില്ല. എങ്കിൽ തന്നെയും പുതിയ സ്റ്റഡീസ് പ്രകാരം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ദിവസവും ടമ്മി ടൈം കൊടുക്കേണ്ടതും അത്യാവശ്യം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.